ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ വീഡിയോയിൽ പ്രാർത്ഥനകളൊന്നുമല്ല, അല്ലാതെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കണമെന്ന് എനിക്ക് തോന്നി. ഇന്നലെ ഒരു ചേച്ചി എന്നെ ഫോൺ വിളിച്ചു. അപ്പോൾ ആ ചേച്ചി പറഞ്ഞ ചില കാര്യങ്ങൾ എനിക്ക് തോന്നി നിങ്ങളോടും കൂടി ഒന്ന് പറയണമെന്ന്. കാരണം ഒരുപാട് വിഷമിച്ചിരിക്കുന്ന ആളുകൾക്ക് ഒരു പക്ഷേ ഈ ചേച്ചിയുടെ ജീവിതത്തിലുണ്ടായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചെറിയൊരാശ്വാസമാകും. എല്ലാ പ്രാർത്ഥനകളും ചൊല്ലി മടുത്തു, ഒന്നും ശരിയാകുന്നില്ല, ഇനി പ്രാർത്ഥിക്കുന്നില്ല, പ്രാർത്ഥിച്ചിട്ട് അനുഗ്രഹമൊന്നും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വേദനിക്കുന്ന ഒത്തിരി മനുഷ്യരെ ഞാൻ എൻ്റെ ഈ ചെറിയ ജീവിതത്തിനിടയിൽ കണ്ടിട്ടുണ്ട്. ഇന്നെന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും അങ്ങനെയൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ടുള്ളവരുമാകാം. പ്രാർത്ഥിച്ച് മടുത്തു എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടിരിക്കുന്ന മക്കൾ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് കേട്ടോ ഇന്നത്തെ ഈ വീഡിയോ. ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും അനുഗ്രഹം കിട്ടാനായിട്ട് വൈകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഓർത്തോളൂ, കൂടുതൽ നന്മയായിട്ടുള്ളത് നമുക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് ചില കാര്യങ്ങളിൽ താമസം എടുക്കുന്നത്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ജീവിതത്തിൽ നിന്നും മറ്റു പലരുടെയും ജീവിതത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യവും ഇതാണ്. ഞാൻ ഇങ്ങനെ പറയാനൊരു കാരണമുണ്ട്. ആ കാരണം ഇന്നലെ എന്നെ ഫോൺ വിളിച്ച ആ ചേച്ചി തന്നെയാണ്. ആ ചേച്ചി ഇസ്രായേലിലാണ് കേട്ടോ ജോലി ചെയ്യുന്നത്. ഇസ്രായേലിലോട്ട് പോയിട്ട് ഏതാണ്ട് 1.5 മാസമേ ആയിട്ടുള്ളൂ ജോലിക്കായിട്ട് പോയിട്ട്. അപ്പോൾ ഇസ്രായേലിൽ ജോലിക്ക് പോകണമെങ്കിൽ ഒരു വലിയ കടമ്പ കടക്കേണ്ടതുണ്ട്. അവിടെ ജോലി ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്കതറിയാം. ഏതാണ്ട് ഒരു 16 ലക്ഷം രൂപ ബാങ്കിൽ നിന്നും സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്നുമൊക്കെ കടം വാങ്ങിയും ലോൺ എടുത്തുമൊക്കെയാണ് ഈ ചേച്ചി ഇസ്രായേലിലോട്ട് പോയത്. പോകുന്നതിന് മുമ്പ് വലിയ തടസ്സങ്ങളായിരുന്നു ചേച്ചിയുടെ ജീവിതത്തിൽ. ചേച്ചിയോടൊപ്പം ബയോഡേറ്റ സബ്മിറ്റ് ചെയ്ത എല്ലാവർക്കും ഒരു 3 മാസമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും വിസ വരികയും അവരുടെ പേപ്പർ വർക്കെല്ലാം പെട്ടെന്ന് മൂവ് ആവുകയും ചെയ്തു. പക്ഷേ ഈ ചേച്ചിക്ക് മാത്രം ഒന്നുമായില്ല. എന്നും എന്നെ വിളിച്ച് ഇങ്ങനെ സങ്കടം പറയുമായിരുന്നു. എനിക്ക് മാത്രം എന്താ കൊച്ചേ ഇതുവരെ വിസ വരാത്തെ? എൻ്റെ അത്ര പോലും ഇംഗ്ലീഷ് അറിയാത്തവർക്കൊക്കെ പെട്ടെന്ന് വിസ വരികയും അവരൊക്കെ ഇൻ്റർവ്യൂ പാസ്സായി കയറി പോവുകയൊക്കെ ചെയ്തല്ലോ. എൻ്റെ ബയോഡേറ്റ മാത്രം എന്താ അവർ അക്സെപ്റ്റ് ചെയ്യാത്തത്? ഇങ്ങനെ ഒത്തിരി സങ്കടമായിരുന്നു ഈ ചേച്ചിക്ക്. ഇത് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന പ്രാർത്ഥനകളൊക്കെ ചേച്ചി ചൊല്ലും. എന്നിട്ട് എന്നോട് പറയും, നീ പറഞ്ഞ പ്രാർത്ഥനകളൊക്കെ ഞാൻ ചൊല്ലുന്നുണ്ട്, എന്നിട്ടും എനിക്ക് മാത്രം ഒന്നും ശരിയാകുന്നില്ലല്ലോ. ഇങ്ങനെ ഭയങ്കര വിഷമം, പരാതി, പരിഭവങ്ങൾ. കൂട്ടുകാരെല്ലാം കയറിപ്പോയി മാസങ്ങളായിട്ടും ചേച്ചിക്ക് മാത്രം പോകാനായിട്ട് പറ്റണില്ല. അവസാനം ഇത് ക്യാൻസൽ ചെയ്താലോ എന്ന് വരെ ചേച്ചി ഓർത്തു പോയിട്ടുണ്ട്. അങ്ങനെ ഞാനും ഈ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. നമുക്കറിയാം, നീണ്ടു പോകും തോറും ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്തിരിക്കുന്നതാണ്. ഈ പലിശ അടയ്ക്കണം. ജോലിയില്ലാത്ത അവസ്ഥ, പലിശ കൂടിക്കൊണ്ടിരുന്നു. ഓരോ തവണ വിളിക്കുമ്പോഴും ഇങ്ങനെ സങ്കടം പറയുമ്പം ഞാൻ ചേച്ചിയോട് പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു. ചേച്ചി, വിസ വരാൻ വൈകുന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. നമ്മുടെ എല്ലാവരുടെയും ഒത്തിരി പ്രാർത്ഥനകൾ ഈ ഒരു നിയോഗത്തിനായിട്ട് സ്വർഗത്തിലെത്തിയിട്ടുണ്ട്. ഈശോ അതൊക്കെ കേട്ടിട്ടുണ്ട്. ചേച്ചി നോക്കിക്കോ, ഏറ്റവും നല്ല ഒരു ജോലി ചേച്ചിക്ക് ഈശോ അവിടെ കണ്ടെത്തി തരും. ആ കൂടെ ചേച്ചിയോട് ഒരു കാര്യം കൂടി ഞാൻ പറയുമായിരുന്നു. നിങ്ങളോട് ഞാൻ ആദ്യം പറഞ്ഞ ആ കാര്യം, ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും അനുഗ്രഹം കിട്ടാനായിട്ട് വിസ വരാനായിട്ട് വൈകുന്നുണ്ടെങ്കിൽ ചേച്ചി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. നോക്കിക്കോ, കൂടുതൽ നന്മയായിട്ടുള്ളത് ചേച്ചിക്ക് ആഗ്രഹിച്ചതിലും വലിയ നന്മയൊരുക്കി ചേച്ചിയുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരനുഗ്രഹം ഈശോ ചേച്ചിക്കായി അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന്. ഇത് ഞാൻ എപ്പോഴും ഇങ്ങനെ പറഞ്ഞ് ചേച്ചിയെ ആശ്വസിപ്പിക്കുമായിരുന്നു. അതായിരുന്നു ചേച്ചിയുടെ ഒരാശ്വാസവും. അങ്ങനെ ഇന്ന് 1.5 മാസം കഴിഞ്ഞു ചേച്ചി ഇസ്രായേലിലെത്തിയിട്ട്. എന്നിട്ട് ഇന്നലെ എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, കൊച്ചേ, നീ പറഞ്ഞ കാര്യം ഇവിടെ വന്നതിന് ശേഷം ഓരോ ദിവസവും ഞാൻ ഓർക്കുമെന്ന്. അനുഗ്രഹം ലഭിക്കാൻ വൈകുന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട ചേച്ചി. ഈശോ ചേച്ചിക്കായി ഒരുക്കി വച്ചിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ മുൻപിൽ ചേച്ചിക്ക് കൈകൂപ്പേണ്ടി വരുമെന്ന നിൻ്റെ വാക്ക് സത്യമായി മോളെ എന്ന് പറഞ്ഞിട്ടാണ് ചേച്ചി ഇന്നലെ എന്നെ ഫോൺ വിളിച്ച് ഒരുപാട് സമയം സംസാരിച്ചു. അപ്പോൾ ചേച്ചി പങ്കുവെച്ച ചില കാര്യങ്ങളുണ്ട്. അത് ശരിക്കും എന്നെ അതിശയിപ്പിച്ചു കേട്ടോ.
ഈശോ എത്ര കാരുണ്യവാനാണെന്നും സ്നേഹസമ്പന്നനാണെന്നും ഞാൻ ഓർക്കുകയായിരുന്നു. ഒരു പക്ഷേ നിങ്ങളോടിത് പറയാൻ വേണ്ടിയിട്ടാകാം ഈശോ ഇന്നലെ ആ ചേച്ചിയിലൂടെ എന്നോട് സംസാരിച്ചത്. ചേച്ചി പറയുകയാണേ, പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത ഒരത്ഭുതമാണ് ഇസ്രായേലിൻ്റെ മണ്ണിൽ ആ മകൾക്കായി ഈശോ ഒരുക്കിയത്. ചേച്ചിയുടെ ഒപ്പം ഒന്നിച്ചു പേപ്പർ വെച്ചിട്ടും ചേച്ചിക്ക് വരാൻ പറ്റാതെ ആദ്യം കയറി വന്ന കൂട്ടുകാർ പലരും ഇപ്പം ജോലിയില്ലാതെ റൂമിലിരിക്കുന്ന അവസ്ഥയാണ്. അവർക്ക് കിട്ടിയ ജോലിയൊക്കെ വളരെ കഷ്ടപ്പാടുള്ള ജോലിയായിരുന്നു. നിൽക്കാൻ പറ്റാതെ അവരൊക്കെ അവിടെ നിന്ന് ഇറങ്ങി. ചിലർ ഇപ്പോഴും സഫർ ചെയ്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ കടങ്ങളൊക്കെ ഓർത്ത് ബുദ്ധിമുട്ടി നിൽക്കുകയാണ്. ആർക്കും തന്നെ നല്ലൊരു ജോലി ലഭിച്ചിട്ടില്ല. എന്നാൽ ലേറ്റായി അനുഗ്രഹം കിട്ടി വന്ന നമ്മുടെ ചേച്ചിക്കോ നല്ല ജോലിയും. എന്നിട്ട് ചേച്ചിയുടെ ജോലിയെക്കുറിച്ച് എന്നോട് പറയുകയാണ്. അതാണ് ശരിക്കും എന്നെ അതിശയിപ്പിച്ചത്. ചേച്ചി പറഞ്ഞത് ഇങ്ങനെയാണ്: കൊച്ചേ, എനിക്കിവിടെ ഒരു ജോലിയുമില്ല, ചുമ്മാ ഇരുന്നാൽ മതി. എംപ്ലോയർ എല്ലാ കാര്യങ്ങളും തനിയെ ചെയ്തുകൊള്ളും. ഒത്തിരി സ്നേഹമുള്ള ഒരു നല്ല ഫാമിലിയാണ് എനിക്ക് കിട്ടിയത്. എനിക്കിപ്പോൾ ടെൻഷനില്ല, മനസ്സിന് നല്ല സന്തോഷമാണ്, പ്രാർത്ഥിക്കാൻ ഒത്തിരി സമയം കിട്ടുന്നുണ്ട്. കൂടെ വന്ന കൂട്ടുകാരൊക്കെ ഒരു മാസം 1.5 ലക്ഷം നാട്ടിലയക്കുമ്പോൾ എനിക്ക് 2 ലക്ഷത്തിന് മുകളിൽ ആദ്യ സാലറി നാട്ടിലയക്കാൻ എൻ്റെ ദൈവം എന്നെ അനുവദിച്ചു. എനിക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത അത്രയും നല്ല ഒരു ജോലിയാണ് എൻ്റെ ഈശോ എനിക്കായി ഇവിടെ ഒരുക്കി വെച്ചത്. ഇപ്പോൾ എനിക്കൊരു പ്രതീക്ഷയുണ്ട്, എൻ്റെ കടങ്ങളൊക്കെ എത്രയും വേഗം വീട്ടിൽ തീർക്കാൻ പറ്റുമെന്ന്. ഇത്തിരി വൈകിയാണെങ്കിലും എൻ്റെ ഈശോ എനിക്ക് നല്ല ജോലി നൽകി കൊച്ചേ എന്ന് പറഞ്ഞ് സന്തോഷം പങ്കുവെച്ചപ്പോൾ എപ്പോഴൊക്കെയോ അത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കണ്ണും നിറഞ്ഞുപോയി. മറ്റൊന്നും കൊണ്ടല്ല, ഈശോയുടെ ആ സ്നേഹവും കരുതലും ഓർത്ത്. എനിക്കറിയാം ആ ചേച്ചി കടന്നുപോയ വഴികൾ. ഒരുപാട് സഫർ ചെയ്തു. എല്ലാവരും കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും കയറിപ്പോയിട്ടും ഈ ചേച്ചിക്ക് മാത്രം പോകാൻ പറ്റുന്നില്ലായിരുന്നു. എങ്കിലും എപ്പോഴൊക്കെയോ ഇടയ്ക്ക് നിരാശ വന്നെങ്കിലും മടുപ്പ് തോന്നാതെ ചേച്ചി പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. ചേച്ചി ഓരോ തവണയും വിളിച്ച് വിഷമം പറയുമ്പോൾ ഞാൻ ഒന്നേ പറയാറുണ്ടായിരുന്നുള്ളൂ: ചേച്ചി, നമ്മുടെ ഡാനിയലച്ചൻ എപ്പോഴും പറയും, ഒരനുഗ്രഹം കിട്ടാൻ വൈകുന്നുണ്ടോ മക്കളെ, നിങ്ങൾ വിഷമിക്കേണ്ട, നീ ആഗ്രഹിച്ചതിലും വലുത് നിൻ്റെ ദൈവം നിൻ്റെ കരങ്ങളിൽ എത്തിച്ചു തരും. അത് യഥാർത്ഥത്തിൽ അന്വർത്ഥമായത് നിങ്ങൾ കണ്ടോ? പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവത്തിന് ഒരു നിമിഷം മതിയെന്നേ, ഒരൊറ്റ നിമിഷം മതി നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ, നമ്മുടെ ജീവിതത്തിൽ നീട്ടപ്പെടാൻ. ആ ഒരു നിമിഷത്തിനായിട്ട് നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെയുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട് നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട്. ഞാൻ അനുദിനവും കേൾക്കുന്നതാണ് ഇത്തരം ഒത്തിരി അനുഭവങ്ങൾ. ഒത്തിരി വിഷമത്തോടെ ആരെങ്കിലുമൊക്കെ ഇപ്പോൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാത്തിരിപ്പിന്, പ്രാർത്ഥനകൾക്ക് ഒത്തിരി വൈകാതെ ഈശോ ഉത്തരം നൽകട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുകയാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയം തന്നെ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.